മലയുടെ താഴ്വാരത്തിൽ നിന്നും ആലിയയ്ക്കും സോയയ്ക്കും കുറെ സ്കള്ളുകൾ കണ്ടുകിട്ടുന്നു. ഇവിടെ ഇത്രയും സ്കള്ളുകൾ എങ്ങനെ വന്നു? ആലിയ ചേച്ചി, ഇവിടെ ഇത്രയും സ്കള്ളുകൾ എങ്ങനെയാ വന്നത്? എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന ആൾക്കാർ ആരും തിരികെ പോയി കാണില്ല എന്നാണ്. സോയ, ഇത് ആകെ കൂടി വിചിത്രമായി തോന്നുന്നു. ഇവിടെ ഏതോ വലിയ ഭീകരജീവി ഉണ്ടെന്നാ തോന്നുന്നത്. അത് ഇവരെയെല്ലാം കൊന്നു തിന്നിരിക്കണം. കൊന്നു തിന്നെന്നോ? ഇതെന്ത് മുരൾച്ചയാണ്? ഇത് വളരെ അടുത്തേക്കാണല്ലോ വരുന്നത്. സർ, ആദിച്ചേട്ടാ, മെഹുൽ സർ, ഇത് പ്രാങ്കൊന്നുമല്ലല്ലോ. നിങ്ങൾ ഒളിച്ചിരുന്ന് കാണുകയല്ലേ? മെഹുൽ സർ, പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ മതി. നിർത്ത്, ഇത് ഇത്തിരി കൂടിപ്പോയി. ഇതെന്ത് ജീവികളാണ്? നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടുവാൻ കഴിയില്ലേ? മെഹുൽ സർ, ആദി, ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ. ആദി ചേട്ടാ, മെഹുൽ സർ. ആലിയ, സോയ, ഹോൾഡ് ഓൺ, ഞങ്ങൾ ഇതാ വരുന്നു. വേഗം പോകൂ, അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. സോയ, ഗാഡ്ജറ്റിന് സമയം വന്നിരിക്കുന്നു. ഇത് ഭൂൽഭുലയുടെ ഇൻവെൻഷനാണ്. ഇത് ശരിക്കും നമ്മളെ രക്ഷിക്കും. വേഗം പ്രവർത്തിപ്പിക്കൂ. കണ്ടോ, ഭൂൽഭുല ആ സയന്റിസ്റ്റിന്റെ ഗാഡ്ജറ്റ് ശരിയായി തന്നെ പ്രവർത്തിച്ചു. നമ്മൾ അവരെ പേടിപ്പിച്ചിരിക്കുന്നു. ഇതെന്ത് തരം മൃഗങ്ങളാണ്? അത് നമ്മുടെ നേരെ എന്തിനാ ഓടി വരുന്നത്? എന്തോ തെറ്റുപറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. സർ, ഞങ്ങൾ അവരെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. എങ്ങനെയാണെന്ന് അറിയണ്ടേ? അത് ഭൂൽഭുല സയന്റിസ്റ്റിന്റെ ഗാഡ്ജറ്റിന്റെ പണിയാ. പേടിപ്പിച്ചതോ? അത് നിന്നെ കണ്ട് പേടിച്ച് ഓടിയതാകും. ഒന്ന് പോ ആദി, ഞാൻ ഗാഡ്ജറ്റ് യൂസ് ചെയ്തു. ഞാൻ കരുതി നിന്റെ ബ്യൂട്ടി കണ്ട് പേടിച്ച് ഓടിയതാണെന്ന്. ഇത് പിടിച്ചോ. ശരി, ഇനി നമുക്ക് അകത്തേക്കുള്ള വഴി കണ്ടുപിടിക്കണം. കുറച്ചു മുൻപ് വരെ എന്തൊരു ബഹളമായിരുന്നു, ഇപ്പോൾ എന്തൊരു നിശബ്ദത. എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ആലിയ ചേച്ചി, ഇത് കണ്ടോ? ഇവിടെ സ്റ്റോണിൽ കുറെ മാർക്കിംഗ് ഉണ്ട്. ഓ നോ, മെഹുൽ സർ, ആലിയ ചേച്ചി കുഴിയിലേക്ക് വീണു. ഇനി എന്താ ചെയ്യുക? സോയ, പേടിക്കണ്ട, നമുക്ക് അവളുടെ പുറകെ പോകാം. നീ ഈ സ്റ്റോണിനെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു തരം അഡ്വഞ്ചർ ടൈപ്പ് സ്ലൈഡാണ് തോന്നുന്നു. ഞാനും പോകുന്നു. സോയ, നീ ഇതെന്താ ചെയ്തത്? ഞാൻ താഴേക്ക് വീഴുകയാണ്. ഇതെന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഞാൻ ഇത് എവിടേക്കാ പോകുന്നത്? മമ്മി! ആലിയ, ഇറ്റ്സ് ലൈക്ക് എ ഫ്രീ തീം പാർക്ക് റൈഡ്. എനിക്ക് നല്ല രസം തോന്നുന്നു. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സർ, നമ്മൾ എപ്പോഴാ ഒന്ന് നിൽക്കുക? ബി കൂൾ, നമുക്ക് സൂക്ഷിച്ച് താഴേക്ക് എത്തണം. ഇത് ചിലപ്പോൾ ടെമ്പിളിന്റെ സീക്രട്ട് എൻട്രൻസ് ആയിരിക്കും. മമ്മി! ആലിയ! അയ്യോ സോയ, എന്റെ നടുവൊടിഞ്ഞെന്നാ തോന്നുന്നത്. എത്ര ശക്തിയിലാ നീ വന്ന് വീണത്? ഓ നോ, ആദി, മെഹുൽ സർ, എന്റെ നടുവിൽ നിന്ന് നല്ല പണി കിട്ടി. സർ, ഈ ഡോറുകളുടെ സിംബലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒന്നിൽ ആരോസ് അകത്തേക്ക് കാണിക്കുമ്പോൾ മറ്റൊന്നിൽ അത് വെളിയിലേക്കാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഏത് വാതിലായിരിക്കും ശരിയായിട്ടുള്ളത്? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഏത് വാതിലാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ആദ്യത്തെ ഡോറിന്റെ ആരോസ് അകത്തേക്കാണ്. ഇത് സ്വയം അറ്റാക്ക് ചെയ്യുന്നതിന്റെ സിംബൽ ആയിരിക്കാം. രണ്ടാമത്തെ ഡോറിന്റെ ആരോസ് വെളിയിലേക്കാ പോയിന്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ സിംബൽ ആയിരിക്കാം. എനിക്ക് തോന്നുന്നത് ഡോർ 2 സെലക്ട് ചെയ്യണമെന്നാണ്. മെഹുൽ സാറിന്റെ ലോജിക്കിൽ ആർക്കെങ്കിലും ഡൗട്ട് തോന്നുമോ? വരൂ, നമുക്ക് ആ ഡോറിലൂടെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ വഴി ഇനിയും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാകുവാൻ പോവുകയാണ്. വലിയ വലിയ ചലഞ്ചസ് അവരെ അവിടെ കാത്തിരിക്കുകയാണ്.
ഈ റിഡിൽ പറയുന്നത് നിങ്ങൾ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ മാത്രമേ മുന്നോട്ടുള്ള വഴി തുറന്നു തരികയുള്ളൂ എന്നാണ്. കാലില്ലാതെ ഓടും, കൈകളില്ലാതെ എല്ലാം എടുക്കും, ഞാൻ ഒരിക്കലും നിൽക്കുകയില്ല, എത്ര സമയം കഴിഞ്ഞാലും. ഞാൻ ആരാണ്? കാലില്ലാതെ ഓടുമോ? കൈയില്ലാതെ എല്ലാം എടുക്കുമെന്നോ? ഇതെന്തു മറിമായം? ലോജിക്കലാണ്. എന്താ നിങ്ങൾക്കിതിന്റെ ഉത്തരം പറയുവാനാകുമോ? നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് സമയത്തെക്കുറിച്ചായിരിക്കും. വളരെ ശരിയാണ് സോയ. ടൈം. സർ, ഇതൊരു മ്യൂസിയം പോലെ തോന്നുന്നു. ഈ സ്ഥലം കണ്ടിട്ട് വളരെ പുരാതനമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ തകർന്നു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഉണ്ടായിരുന്ന നിധി മുഴുവനും കൊള്ളയടിക്കപ്പെട്ടോ? അതോ ഇത് തന്നെയാണോ ആ നിധി? അല്ല, ചിലപ്പോൾ ജനങ്ങൾ ഇതാണ് യഥാർത്ഥ നിധി എന്ന് കരുതിയിട്ടുണ്ടാകും. ഇവിടെ ആ നിധിയുടെ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദ്വീപ് വളരെ വലുതാണ്. സമുദ്രത്തിൽ നിന്നും ഇത്രയും ദൂരം ആരും കാണാതെ ഇത്രയും കുറച്ച് സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുവാനിടയില്ല. നമുക്ക് ഈ ഐലൻഡ് ഇനിയും പരിശോധിക്കണം. സർ, ഇവിടെ ചില അൺയൂഷ്വൽ സിഗ്നൽസ് കാണുന്നു. ഇവിടെ ഏതോ ഒരു സീക്രട്ട് പാത്തിന്റെ സയൻസ് കാണുന്നുണ്ട്. സർ, ഇത് മാഗ്നറ്റിക് സിഗ്നൽസ് ആണ്. മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്തോ സ്പെഷ്യൽ ഉണ്ടാകുമെന്ന് ഭൂൽഭുലയ സയന്റിസ്റ്റ് പറഞ്ഞിട്ടില്ലേ? മാഗ്നറ്റിക് സിഗ്നൽസോ? ഈ ചേംബറിനകത്ത് എന്തോ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണെന്നാണോ? ഈ വഴി നമ്മളെ തീർച്ചയായും ആ ട്രഷറിന്റെ അടുക്കിലേക്ക് എത്തിക്കും. ആദ്യം ആ ഫോൾഡറിനെ ഒന്ന് സ്കാൻ ചെയ്യും. നമുക്ക് ഇനിയും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. സർ, എനിക്ക് തോന്നുന്നത് ഈ ടെമ്പിളിന്റെ യഥാർത്ഥ രഹസ്യം അറിയാവുന്നവർക്ക് മാത്രമായിരിക്കും ഈ വഴി ഉപയോഗിക്കുവാൻ പറ്റുന്നത്. ലോജിക്കൽ ആർമി ടീം ഡിറ്റക്റ്റീവിന് ഈ ഷിഫ്റ്റിംഗ് ബോൾസിന്റെ ഇടയിൽ കൂടി അവരുടെ ശരിയായ വഴി കണ്ടെത്തണം. സമുദ്രത്തിലെ നിധിയുടെ ചില ക്ലൂസും അതിലുണ്ട്. എന്താ നിങ്ങൾക്ക് പറയുവാനാകുമോ ഏത് വഴിയാണ് ശരിയായതെന്ന്? നാച്ചുറൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും അവർ അവരുടെ നിധിയെ സംരക്ഷിച്ചു പോരുന്നത്. പരിസരത്തുള്ളവ, നമുക്ക് ജീവിക്കുവാൻ ശക്തി തരുന്നവ, ഫയർ, വാട്ടർ, എയർ എന്നതുപോലെ എന്തെങ്കിലും. ഈ സിംബൽസ് നമ്മളെ ശരിയായ വഴിയിൽ തന്നെ എത്തിക്കും. കണ്ടോ, മെഹുൽ സാറിന്റെ ഒബ്സർവേഷൻ പവർ ഒന്നാമത് തന്നെയാണ്. ഇത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള റൂമാണെന്ന് തോന്നുന്നു. എത്ര ഡിസൈൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബട്ട് വെയിറ്റ്, ഈ ഡിസൈനുകൾ തന്നെ നമുക്കുള്ള ഒരു ട്രാപ്പ് ആയിക്കൂടാന്നില്ല. ചില പാറ്റേണുകൾ ട്രാപ്പ് ആയിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് സയന്റിസ്റ്റ് ഭൂൽഭുലയെ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ സേഫായ ടൈലുകളിൽ കൂടി മാത്രമേ നടക്കുവാൻ പാടുള്ളൂ. ഈ ടൈൽസിലെ പാറ്റേണുകൾ എന്തോ ക്ലൂ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ലോജിക്കൽ ആർമി, ഏത് പാറ്റേൺ ആണ് സേഫ് ആയതെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? സേഫ് ആയിട്ടുള്ള ടൈൽ മാത്രമേ സെലക്ട് ചെയ്യുവാൻ പാടുള്ളൂ. ശ്രദ്ധിച്ചു നോക്കൂ, ടൈലിൽ പല വിധത്തിലുള്ള പാറ്റേണുകളാണുള്ളത്. എന്നാൽ ചില ടൈലുകളിൽ ഫയർ, വാട്ടർ, എയർ എന്നിവയുടെ സിംബലുകൾ ഉള്ളതായി കാണാം. നേരത്തെ നമ്മൾ കണ്ട ആ ഡോറിലുണ്ടായിരുന്നത് പോലത്തെ സിംബലുകൾ. അപ്പോൾ ആ ടൈലുകൾ സേഫാണ്. നമുക്ക് ഈ ഫയർ, വാട്ടർ, എയർ എന്നീ ടൈലുകളിൽ കയറി സേഫായി മുന്നോട്ട് പോകാം. ദൈവമേ, അപകടം തന്നെ. വളരെ കെയർഫുൾ ആയിട്ടേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. നിധിയിലേക്കുള്ള യഥാർത്ഥ ഫൈനൽ ഗേറ്റ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഡോർ തുറന്നാൽ മാത്രം മതിയാകും. ഈ ലയൺ ഇമേജ് എന്തോ സിഗ്നിഫൈ ചെയ്യുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇത് മറ്റൊരു ട്രാപ്പിന്റെ സൂചന ആയിരിക്കുമോ? ഞാൻ ഭൂമിയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്നെ തിരയുന്നവർ എനിക്ക് വേണ്ടി ജീവൻ വരെ നൽകുന്നു. ഞാൻ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും. എന്നെ കിട്ടുമ്പോൾ ഈ ഭൂമിയിലെ രാജാക്കന്മാർ പോലും സന്തോഷവാന്മാരാകാറുണ്ട്. ഞാൻ ആരാണ്? ഈ റിഡിലിന്റെ ഉത്തരം ഗോൾഡ് എന്നാണ്. കണ്ടോ, മെഹുൽ സാർ ഉള്ളത് കൊണ്ട് തന്നെ ഉത്തരം ഉടനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. എന്താ
അകത്ത് ശരിക്കും നിധിയുണ്ടോ? മെഹുലിന്റെ ഉത്തരം കേട്ടപ്പോൾ തന്നെ ആ വാതിൽ തുറക്കുന്നു. എല്ലാവരും അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. സോയ, ഇത് നോക്കൂ, എത്ര ഭംഗിയായിരിക്കുന്നുവെന്ന്. ഇനി നമുക്ക് ഇവിടെ കിടന്ന് കളിക്കാം. ശരിക്കും ഒരു റോയൽ ലൈഫ് ആയിരിക്കുമല്ലേ? ആലിയ ചേച്ചി, നമുക്കിവിടത്തെ ശരിക്കുമുള്ള മഹാറാണിമാരായി മാറുവാൻ കഴിയും. നോക്കൂ, ഇത് എന്റെ കറക്റ്റ് സൈസിലുള്ളതാ. ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോളൂ. ഞങ്ങൾ തിരികെ പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനാ പ്ലാൻ എന്ന് തോന്നുന്നു. ആലിയ, ആദി, സോയ, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ വേറൊരു കൂട്ടം കാണുന്നു. ഈ നിധി വരെ എത്തിപ്പെട്ടവർക്ക് ഞാനൊരു പാഠം പറഞ്ഞുതരാം. സ്വർണവും ആഭരണങ്ങളും എല്ലാം മനുഷ്യനിൽ അത്യാഗ്രഹവും ശത്രുതയും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ ഈ നിധി മുഴുവനും ഒളിപ്പിച്ചു വെച്ചത് മനുഷ്യർ അത് അന്വേഷിച്ച് നടന്ന് അവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ സന്തോഷവും നിധിയും എന്താണെന്നാൽ അത് ബന്ധുക്കളും അവരുടെ സന്തോഷത്തിലുമാണ്. വളരെ ശരി തന്നെയാണ്. യഥാർത്ഥ നിധി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തക്കാരാണ്. ഈ സ്വർണവും നിധിയും ഒന്നുമല്ല. പക്ഷേ ആലിയ, യഥാർത്ഥ നിധി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സൗഹൃദവും അഡ്വഞ്ചറും ബാക്കിയെല്ലാം നമുക്ക് ബോണസ് മാത്രമാണ്. ഈ ഗുണപാഠം മനസ്സിലാക്കുന്നത് തന്നെയാണ് ശരിയായ വിജയം. നമുക്കിവിടെ നിന്നും ഒന്നും എടുക്കാതെ തിരികെ പോകാം. അതെ, ഇപ്പോൾ നമ്മൾ ശരിക്കുമുള്ള രാജാവും രാജ്ഞിയും ഒക്കെ ആയിരിക്കുന്നു. ഒരു കഷ്ണം സ്വർണം പോലും എടുക്കാതെ. ഇതാണ് ശരിക്കുമുള്ള അഡ്വഞ്ചർ.